ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉപയോഗിക്കുവാനുള്ള വെള്ളം ശുചീകരിക്കുന്നതിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. ദിനംപ്രതി 40,000 ലിറ്റർ വെള്ളം ശുചീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് 1.5 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു നിർവഹിച്ചു. അപ്പോൾ ഈ മാലിന്യങ്ങൾ നിറഞ്ഞ് കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഈ പരിസരത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതമായി മാറുകയും ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് മാലിന്യ സംസ്കരണം. ആ മാലിന്യത്തിൻ്റെ ഉറവിട സ്ഥാനത്ത് തന്നെ വെച്ച് അത് സംസ്കരിച്ച് അത് ക്ലിയറാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇതിനകം തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുള്ള ഒരു കമ്പനി. അത് തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. സാമൂതിരി രാജയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുഖ്യപ്രഭാഷണം നടത്തി. പ്രോജക്ട് എഞ്ചിനീയർ A നിഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രജീഷ് തിരുത്തിയിൽ, സോളമൻ കളരിക്കൽ, ബിജു കൃഷ്ണൻ, OK ബേബി ശങ്കർ, ദിനേശ്, നാസർ, KK പ്രമോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ K പരമേശ്വരൻ, അസിസ്റ്റന്റ് മാനേജർ P സുനന്ദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ടുഡേ തിരുനാവായ. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.